പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് 2016 to 2023 എന്റെ പൊന്നോ ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. Kerala has incurred a loss of more than 1,10,000 crores under Pinarayi Vijayan, that has lost 1,10,000 crores. എന്നോടുള്ള അസൂയ എനിക്കതല്ല സംശയം. ആരായിരിക്കും അയാളോട് കൊണ്ടുവന്നത്? ഞാനാ കൊണ്ടുവന്ന. നീ ഇവിടെ കിടന്ന് ഇത്രയും കാലം വരസിയില്ലേ? നോക്കിക്കോ, ഞാനും പപ്പേട്ടനും കൂടി നിന്നെയൊക്കെ ഇവിടുന്ന് തല്ലി ഇറക്കും. ഈ ഡ്രാമ ചെയ്യുന്നത് അതിന്റെ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിസ്ട്രാക്ട് ദ പീപ്പിൾ ഫ്രം ദെയർ ഓൺ മിസ്മാനേജ്മെന്റ് ഓഫ് ദി ഇക്കോണമി. അവൻ നമ്മളെ പറ്റിച്ചു. ഇങ്ങനത്തെ ഒരു ലോസ് ഉണ്ടാക്കണമെങ്കിൽ ഇതിന് PhD പോസ്റ്റ് ഡോക്ടറൽ കാൾ മാർക്സിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്. ഇവിടെ ഈ നാട്ടില് 10 കൊല്ലത്തിലെ ഒരു സ്റ്റേറ്റും ഈ തരം ലോസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റും ഇല്ല. അതിന്റെ കാരണം കേരളയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇക്കണോമിക് ആക്ടിവിറ്റി ഇല്ല. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. ആൻഡ് ഐ വിൽ ടെൽ യു ടുഡേ, മിഡിൽ ഈസ്റ്റിന്റെ റെമിറ്റൻസ് കേരളയിൽ ഇല്ലെങ്കിൽ കേരള വുഡ് ഹാവ് ബീൻ എ വേഴ്സ് സ്റ്റേറ്റ് ദാൻ ശ്രീലങ്ക ഡ്യൂറിംഗ് ഇറ്റ്സ് ഇക്കണോമിക് ക്രൈസിസ്. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. എക്സെപ്റ്റിംഗ് ടു സേ ഇതൊരു നാടകമാണ്. അവരുടെ ഇക്കണോമിക് മാനേജ്മെന്റ്, അവരുടെ ഇക്കണോമിക് മിസ്മാനേജ്മെന്റ് കേരളത്തിന് ഒരു ബാങ്ക്രപ്സി എഡ്ജിൽ കൊണ്ട് വിട്ട്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. Yeah.